നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2023 റിസൾട്ട് ഒക്കെ വന്നു അല്ലെ? എല്ലാവർക്കും നല്ല മാർക്കായി, നല്ല വിജയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നതും റീചെക്കും എന്താണ് എന്നുള്ളതാണ്. എന്താ ഇത് രണ്ടും? ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. ആക്ച്വലി റീചെക്ക് എന്താണ്, റീഇവാലുവേഷൻ എന്താണ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, നമ്മുടെ മാർക്ക് കൂടുവോ, നമ്മുടെ മാർക്ക് കുറയോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക്. ആ സംശയങ്ങളാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വരെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമ്മളിവിടെ ഉണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു കമന്റെങ്കിലും ചെയ്താൽ നമ്മൾ റിപ്ലൈ ചെയ്യും. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കും. കോളിൽ കിട്ടിയിട്ടില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ റിപ്ലൈ തരും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ചോദിച്ച ഒരു ഡൗട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ റിസൾട്ട് ഒക്കെ വന്ന സമയത്ത് +2 പാസ്സായ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബാസിൽ ഡിഗ്രി കോഴ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഇപ്പൊ നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ, ഗവൺമെന്റ് രജിസ്ട്രേഷനും ഓപ്പൺ ആയിട്ടുണ്ട്. വളരെ ചെറിയ സമയമാണ് നമുക്ക് രജിസ്ട്രേഷൻ ഓപ്പൺ ആവുക എന്നൊക്കെ പറഞ്ഞിരുന്നു. കൂടുതലായിട്ടൊന്നും നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. പക്ഷേ റിസൾട്ട് വന്നതോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികളെ, ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥികളെല്ലാം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രിക്ക് ഇവിടെ തന്നെ സീറ്റ് വേണം സാറേ, നമുക്ക് ഇവിടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെറുതെ നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതല്ല. നമ്മുടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈഡ് റേഞ്ച് ആണ്. ഒരുപാട് നമുക്ക് ബ്രാഞ്ചസ്, നമുക്ക് ഒരുപാട് സ്ട്രീമുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത്, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് നൽകിയിട്ട്, എന്റെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു കൗൺസിലിംഗ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ കോഴ്സിലോട്ട് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് വിളിച്ചപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടാവില്ല. ബട്ട് ഡോണ്ട് വറി, അറ്റ്ലീസ്റ്റ് ഗിവ് മി എ മിസ് കോൾ. ഒരു മിസ് കോൾ എങ്കിലും താഴെ ഈ നമ്പറിലോട്ട് നിങ്ങൾ നൽകുക. അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് കൗൺസിലർ നിങ്ങളെ തിരിച്ചു വിളിക്കും. നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരിക്കും. സോ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി വിളിക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നല്ല, നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ നിങ്ങളോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനുള്ള, ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലോട്ട് വരാൻ. നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒന്നും അറിയാതെ വെറുതെ ചാടിക്കയറി വരികയല്ല. പിന്നീട് നമുക്കത് മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി. അത് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. സോ ഈ കൗൺസിലിംഗ് സെക്ഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ഭയങ്കര ബിസിയാണ് റിസൾട്ട് വന്നത് മുതൽ. സോ ഇതുവരെ നമ്മൾ എൻക്വയറി ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ കൗൺസിലിംഗ് നൽകും. മാത്രമല്ല ഇതെല്ലാം ലിമിറ്റഡ് സീറ്റ് മാത്രമേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇനി ആരെങ്കിലും ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് വരുമ്പോൾ നമ്മുടെ റീഇവാലുവേഷൻ, റീചെക്ക് ആണ് നമ്മുടെ കുട്ടികൾ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? അപ്പൊ ഇത് റീചെക്കും റീഇവാലുവേഷനും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ അതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാം. റീചെക്ക് ആൻഡ് റീഇവാലുവേഷൻ, ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. റീചെക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് നോക്കുക. റീചെക്ക് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് NIOS ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെ ഒന്നും കൂടെ എടുത്ത് അതിൽ ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്, ഈ 2 മാർക്ക് തന്നെയല്ലേ കൊടുത്തിരുന്നത്, അതിന് 0 ആണോ കൊടുത്തതെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് അലോട്ട് ചെയ്ത് മാത്രമേ നോക്കത്തുള്ളൂ. ദെൻ മൊത്തം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും. അത് നമ്മുടെ ടോപ്പിൽ അവർ മെൻഷൻ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുക, അതല്ലെങ്കിൽ മാർക്കൊന്നും പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ല എന്നുള്ള ഒരു കാൽക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഒരു എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റീചെക്ക് ചെയ്യുന്നത്. നന്നായിട്ട് എഴുതി, പക്ഷെ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇതിലേറെ മാർക്ക് കിട്ടണം, അപ്പൊ അതിന്റെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് തോന്നുന്ന കുട്ടികളാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ റീചെക്ക്. ഓക്കെ, റീചെക്ക്. അപ്പൊ എന്താ റീഇവാലുവേഷൻ? ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ റീചെക്കും റീഇവാലുവേഷൻ ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഒന്ന് റീചെക്ക് വീണ്ടും ചെക്ക് ചെയ്യാൻ പറയാം, ഒന്ന് റീഇവാലുവേറ്റ് ഒന്ന് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യാൻ പറയാം. ശരിക്കും ഇംഗ്ലീഷ് പദപ്രയോഗം ചെക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് വീണ്ടും നോക്കുക, പരിശോധിക്കുക, ഇവാലുവേഷനും വീണ്ടും പരിശോധിക്കുക തന്നെയാണ്. ബട്ട്
ഇവിടെ NAOSൽ നമ്മൾ കുട്ടികൾ നമ്മുടെ NAOS വിദ്യാർത്ഥികൾക്ക് റീചെക്ക് ആൻഡ് റീ ഇവാലുവേഷൻ 2 സർവീസ് ആണ്. സോ ആ രണ്ടും നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. റീചെക്കിൽ നമ്മുടെ NAOS ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്ന സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫീ അടച്ചാൽ നിങ്ങൾക്ക് അതിനൊരു ചാർജ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും എടുത്തിട്ട് അതിലെ ചോദ്യത്തിന് ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കി അതൊക്കെ കറക്റ്റ് നോക്കൊന്നുമില്ല. നിങ്ങൾക്ക് അവർ തന്ന മാർക്കൊക്കെ കറക്റ്റ് ആണല്ലേ. ഇപ്പൊ 5 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് അവർ 2 മാർക്ക് ഇട്ടിട്ടുള്ളൂ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കാൽക്കുലേഷൻ എററുകൾ മൊത്തം ഇപ്പൊ 5 മാർക്കിന് 5 ചോദ്യങ്ങൾക്കൊക്കെ 2 മാർക്ക് വരുമ്പോഴൊക്കെ അവർ ചെക്ക് ചെയ്യും. അത് ഒരു എറർ സംഭവിച്ചതാവാം. ഓക്കെ, മനുഷ്യന്മാരല്ലേ നോക്കുന്നത്, ഒരു ഹ്യൂമൻ എറർ ഒക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാനുവൽ ആയിട്ടുള്ള എററുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പരിഗണിക്കും. അതുപോലെ തന്നെ നമ്മൾ മാർക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? അപ്പോൾ 100 മാർക്കിന് നമ്മൾ എഴുതിയത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു നമുക്ക് കിട്ടിയ മാർക്ക് ഒരു 60 മാർക്കുള്ളൂ. പക്ഷെ വീണ്ടും അവരത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 76 മാർക്ക്, ഒരു 16 മാർക്ക് അവർ മാനുവലി തെറ്റിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് റീചെക്കിൽ നമുക്ക് ലഭിക്കും. ഓക്കെ, റീചെക്കിൽ നമുക്കത് ലഭിക്കും. ഈ റീചെക്ക് എന്ന് പറയുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 10ാം ക്ലാസ്സിൽ നമ്മുടെ വിജയിച്ച കുട്ടികൾക്കോ അല്ലെങ്കിൽ തോറ്റ കുട്ടികൾക്കോ നമ്മുടെ മാർക്ക് കുറവാണെന്ന് പറയും, ജസ്റ്റ് പാസ് ആയിട്ടുള്ളൂ, എനിക്ക് ഇതിലേറെ മാർക്ക് കിട്ടുന്ന ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്, ഇത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് കൊടുത്തോ, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ മാർക്ക് മാറിയ ചരിത്രം ബാസ് സ്റ്റഡി സെന്ററിലുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരു വിദ്യാർത്ഥിക്ക് എത്ര കിട്ടുമെന്നുള്ളത്. സോ അതിന് മുകളിൽ കുട്ടികൾക്ക് റീവാലുവേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നല്ലതാണ്. സോ അങ്ങനെയൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനിപ്പോ അവർ തന്നത് വാങ്ങി പോകണ്ടേ എന്നുള്ള അവസ്ഥയൊന്നുമില്ല. വി ഹാവ് ദീസ് ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 10ാം ക്ലാസ് +2 കുട്ടികൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ പിന്നീട് നമുക്ക് വരുന്ന കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ റിസൾട്ട് നമുക്ക് വരുന്ന 60 ഡേയ്സ്, വിതിൻ 60 ഡേയ്സ് നമ്മൾ ഇന്ന് മുതൽ ഇന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. ഓക്കെ, സോ ആ റിസൾട്ട് നമുക്ക് അപ്ഡേഷൻ കാണാൻ സാധിക്കും. നമ്മുടെ മാർക്ക് മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെ, എന്നാണ് റീചെക്കിന്റെ റിസൾട്ട് വരാന്ന് ചോദിച്ചാൽ വിതിൻ 60 ഡേയ്സ് അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലാണ് അതിന്റെ റിസൾട്ട് വരിക. അതുപോലെ തന്നെ ഇതിനൊരു പേയ്മെന്റ് ഉണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെന്റ് അടക്കണം. ആ പേയ്മെന്റ് നമ്മൾ ഇതിലോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ റീചെക്ക് അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ തിയറി സബ്ജക്റ്റുകൾക്ക് മാത്രമേ നമുക്ക് റീചെക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്ട്സ് എല്ലാം കൊടുക്കാം. എന്നാൽ +2 വരുമ്പോൾ നമുക്ക് തിയറി മാത്രം, പ്രാക്ടിക്കൽ വേറെയാണ് മാർക്ക് വരുന്നത്. അതിൽ പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് റീവാലുവേഷൻ കിട്ടത്തില്ല, റീചെക്ക് കിട്ടത്തില്ല. നമുക്ക് വരുന്നത് ഓൺലി ഫോർ തിയറി സബ്ജക്ട്സ്. നമ്മുടെ തിയറി സബ്ജക്ട്സുകൾക്ക് മാത്രമാണ് നമുക്ക് റീചെക്ക് വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ റീചെക്ക് എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് റിസൾട്ട് വന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആ റിസൾട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തതിനു ശേഷം 15 ദിവസം ആഫ്റ്റർ ദ ഡിക്ലറേഷൻ ഓഫ് ദ റിസൾട്ട് വിതിൻ 15 ഡേയ്സ് 15 ദിവസം 2 ആഴ്ചക്കുള്ളിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ റീചെക്ക് ചെയ്യണം എന്നുള്ള കുട്ടികൾ, കൺഫ്യൂഷൻ അടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ തീരുമാനിക്കുക, വേഗം അപ്ലൈ ചെയ്തോളൂ. 15 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ അംഗീകരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ വിതിൻ 15 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റീചെക്ക് അപ്ലൈ ചെയ്യണം. ഇതൊക്കെയാണ് റീചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റീ ഇവാലുവേഷനിലോട്ട് വരാം. ഇപ്പൊ റീചെക്ക് എന്താണെന്ന് ഏകദേശം മനസ്സിലായി. ഫുൾ ഒരു ആൻസർ പേപ്പർ വായിച്ചു നോക്കൊന്നുമില്ല. മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവർ ചെക്ക് ചെയ്തിട്ട് ആ മാർക്ക് നമുക്ക് അഡീഷണൽ ഇട്ട് തരും. ഓക്കെ, അതാണ് റീചെക്ക്. ഇനി നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടത് റീചെക്ക് ഓക്കെ, റീവാലുവേഷൻ എന്താണ്? റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അധ്യാപകൻ വീണ്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റ് പരിശോധിക്കും, മൂല്യനിർണ്ണയം ഉണ്ടാവും. അവർ വീണ്ടും അത് നമുക്ക് വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. സോ ആ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സർവീസിന്റെ ഡബിൾ ചാർജ് ആണ് ഇവിടെ വരിക. ഇനി ഓൺ ഡിമാൻഡിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിലേറെ ചാർജ് വരും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറയുന്നത് നോർമൽ സ്ട്രീമിന്റെ കാര്യമാണ്. ഇപ്പൊ ഈ ഒക്ടോബറിൽ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് സോ റീചെക്കിന്റെ ഡബിൾ ചാർജ് നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് റീ ഇവാലുവേഷൻ നിൽക്കുന്നത്. ഇപ്പൊ ഈ റീചെക്ക് ആണെങ്കിലും റീ ഇവാലുവേഷൻ ആണെങ്കിലും ഒരിക്കലും നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രസൻസിലോ അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവിന്റെ ഭാഗത്തു നിന്നോ അവരുടെ പ്രസൻസിലോ ഒന്നും ആവില്ല. സോ അവർ തന്നെ ആയിരിക്കും അത് ചെക്ക് ചെയ്യുക. നമുക്ക് അതിന്റെ റിസൾട്ട് മാത്രം ഓൺലൈൻ പോർട്ടലിൽ നമുക്കിപ്പോൾ റിസൾട്ട് വന്ന പോലെ കാണാനേ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇതിന്റെ റീവാലുവേഷന്റെ പേയ്മെന്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഡബിൾ പേയ്മെന്റ് വരുന്നുണ്ട്. മാത്രമല്ല റീവാലുവേഷൻ +2 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ്സിന് റീ ഇവാലുവേഷൻ ഇല്ല, ഓൺലി റീചെക്ക്. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് തോറ്റുപോയിട്ടുള്ളത് അല്ലെങ്കിൽ മാർക്ക് കുറവുള്ളതെങ്കിൽ അവർക്ക് റീചെക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. +2 കുട്ടികൾക്ക് റീചെക്ക് റീ ഇവാലുവേഷൻ രണ്ടും ചെയ്യാം. എന്നാൽ റീ ഇവാലുവേഷൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് കൺഫ്യൂഷൻ അടിച്ചിട്ട് വീണ്ടും നമ്മൾ ചോദിക്കും കുട്ടികൾ. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്തതാണ്. സോ ഇവിടെയും നമുക്ക് തിയറിയുടെ മാർക്കുകൾ മാത്രമേ നമ്മുടെ +2 നമുക്ക് റീ ഇവാലുവേഷനിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. റീ ഇവാലുവേഷൻ 10ാം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ റീ ഇവാലുവേഷനിൽ +2 നമുക്ക് തിയറിക്ക് മാത്രമേ റീ ഇവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വന്ന് 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ റീ ഇവാലുവേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് പരിഗണിക്കത്തുള്ളൂ. ദെൻ നമുക്ക്
പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ റീചെക്ക് ചെയ്താലും റീ ഇവാലുവേഷൻ ചെയ്താലും അതിൽ 5% അതിൽ കൂടുതലോ മാർക്ക് നിങ്ങൾക്ക് കൂടി. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് 60 മാർക്കാണ്. ഈ 60 മാർക്ക് കൂടെ നമുക്കിപ്പോൾ ഒരു 80 മാർക്ക് കൂടിയാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ 70 മാർക്ക് വന്നാൽ അതൊക്കെ 5% മുകളിലാണ്. നമുക്ക് കിട്ടിയ മാർക്കിലേറെ ഒരു മിനിമം ഒരു 5% അതിൽ മുകളിലോ നമുക്ക് മാർക്ക് കൂടിയിരിക്കണം. കൂടിയാൽ മാത്രമേ, അവാർഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ മാർക്ക് അവർ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ചെറിയൊരു മാർക്കൊക്കെ, ഒരു 1/2 മാർക്കോ 1 മാർക്കൊക്കെ കൂടിയിട്ടുള്ളെങ്കിൽ അതിൽ പരിഗണിക്കില്ല. 5% ഓർ മോർ നമുക്ക് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ റിസൾട്ടിൽ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഇനി 5% മാർക്ക് കുറവ്, അല്ലെങ്കിൽ നമുക്കിത് മാറ്റമൊന്നുമില്ല, മാർക്ക് കുറവാണെങ്കിലും നമ്മുടെ മാർക്ക് പോകുന്നില്ല, അത് അടുത്തൊരു സംശയമാണ് കുട്ടികൾക്ക്. ഇനി അഥവാ റീചെക്ക് ഒരു ഇവാലുവേഷൻ കൊടുത്തിട്ട് കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ട് ഞാൻ വീണ്ടും ഇപ്പൊ ജയിച്ച കുട്ടികൾ കൊടുക്കുമ്പോൾ വീണ്ടും തോറ്റുപോകും. അങ്ങനെയല്ല, അവര് നമുക്ക് കിട്ടിയ മാർക്ക് അത് തന്നെയാണ്, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ നമുക്ക് 5% കൂടുതൽ മാർക്ക് നമുക്ക് മാറ്റമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ മാർക്ക് കൂടുതൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ മാർക്ക് തന്നെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്, നമുക്ക് ആദ്യം കിട്ടിയ മാർക്ക് തന്നെ ആയിരിക്കും നമുക്ക് പരിഗണിക്കുക. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇപ്പൊ +2 പാസ്സായ കുട്ടികൾ ഈ റീ ഇവാലുവേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് റീചെക്ക് ഒക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ അവർക്ക് ഇപ്പോൾ നമുക്കറിയാം സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീടാണ് മാർക്ക് മാറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വന്ന ഒറിജിനൽ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ TOC ഒക്കെ ചെയ്യുന്നത് പോലെ തിരിച്ച് നമ്മൾ ഗവൺമെന്റിലോട്ട് സറണ്ടർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പുതിയ മാർക്ക് ഷീറ്റ് അവർ തരും. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാ സർവീസും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററാണ് ചെയ്യുക. നിങ്ങളൊന്നും പുറത്തു പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ഓരോ കാര്യങ്ങൾ അറിയാതെ വരുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ നമുക്ക് എല്ലാ സർവീസസും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ബാസ് സ്റ്റഡി സെന്ററിൽ കുട്ടികൾക്ക് നമ്മോട് ചോദിക്കാം. അതിന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാർക്ക് കൂടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒറിജിനൽ മാർക്ക് ഷീറ്റ് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ പുതിയ മാർക്ക് ഷീറ്റ് ഒറിജിനൽ ആയിട്ടുള്ള അപ്ഡേറ്റഡ് മാർക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉള്ള കുട്ടികൾ, ഇപ്പോൾ തോറ്റ കുട്ടികൾക്ക് മാത്രമല്ല ഈ ഒരു റീചെക്ക് ഓർ ഇവാലുവേഷൻ കൊടുക്കാൻ പറ്റുക. നമുക്ക് മാർക്ക് ഒന്ന് കൂടണം എന്ന്, ഇതിലേറെ മാർക്കിന് കിട്ടും, എനിക്ക് ഉറപ്പാണ് 90 മാർക്ക് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്കും ഇത് കൊടുക്കാം. ഓക്കെ, സോ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും 2 ആണെങ്കിലും 3 എത്ര സബ്ജക്ട് കൊടുക്കുകയാണെങ്കിലും ഒരൊറ്റ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ റീചെക്ക് ആൻഡ് റീ ഇവാലുവേഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ NIOSന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്ക് റീചെക്ക് ഓർ ഇവാലുവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് സെല്ലുമായിട്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അക്കാഡമിക് സെല്ലിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റീചെക്ക് ആൻഡ് ഇവാലുവേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചെയ്തു തരും. ഓക്കെ, ഇത് നേരിട്ട് അറിയാത്ത കുട്ടികൾക്ക് NIOSന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ റീചെക്ക് ഓർ റീ ഇവാലുവേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റീചെക്ക് ഒരു സൈഡിലുണ്ടാവും, റീ ഇവാലുവേഷൻ സൈഡിലുണ്ടാവും. രണ്ടിന്റെയും എമൗണ്ട്സ്, എത്ര പേയ്മെന്റ് വരിക എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് റീചെക്ക് എടുക്കാം, അല്ലെങ്കിൽ റീ ഇവാലുവേഷൻ എടുക്കാം. അതായത് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അത് ടിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി 10ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് റീചെക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ. സോ നിങ്ങൾ റീചെക്ക് ഏതൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ അതൊക്കെ സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ദെൻ 60 days 60 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് വരും. ആ റിസൾട്ട് നമുക്ക് അപ്ഡേറ്റഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് റീചെക്ക് ഓർ റീ ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. അപ്പം മറക്കണ്ട, +2 പാസ്സായ കുട്ടികൾ വേഗം പോരൂ. നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമ്മുടെ BCom BBA BSW ഒക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലേണിംഗ് ആപ്പിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിന്റെ ഇൻട്രോഡക്ഷൻ, നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ +2 പോലെയല്ല, ഡിഗ്രി ഒക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം. കാരണം നമുക്കിത് ഗ്രാജുവേഷൻ ആണ് വരുന്നത്, അണ്ടർ ഗ്രാജുവേഷൻ. നമുക്ക് വലിയ മുന്നേറ്റങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതുവരെ നമ്മൾ +2 പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഇന്നിപ്പോ നമ്മൾ എന്താ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു, ഡിഗ്രി പഠിക്കാൻ പോവാ. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ നമ്മളെ കുട്ടികളൊക്കെ വരിക. സോ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകളെല്ലാം എടുക്കുക. ഇതുവരെ നമ്മൾ പഠിച്ച അതേ സിസ്റ്റം, അതേ സ്ട്രാറ്റജി, അതിന്റെ കൂടെ ഞാനുമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ വേഗം തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾ കൗൺസിലിംഗ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.